വചനം 70. വാക്കർത്ഥം. ഇല്ല, പക്ഷേ, ഒഴികെ, മൻ താബ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, പശ്ചാത്തപിച്ചവൻ ഒഴികെ, വ ആമന, വിശ്വസിക്കുകയും ചെയ്ത, വ അമില, പ്രവർത്തിക്കുകയും ചെയ്ത, അമലൻ സ്വാലിഹൻ, സൽക്കർമ്മം, നല്ല പ്രവൃത്തി, ഫ ഉലായിക, എന്നാൽ അക്കൂട്ടർ അഥവാ അങ്ങനെയുള്ളവർ, യുബദ്ദിലുല്ലാഹു, അല്ലാഹു മാറ്റും, പകരമാക്കും, സയ്യിആതിഹിം, അവരുടെ തിന്മകളെ, കുറ്റങ്ങളെ, ഹസനാത്തിൻ, നന്മകളായിട്ട്, വകാനല്ലാഹു, അല്ലാഹു ആകുന്നു, ഗഫൂറൻ, വളരെ പൊറുക്കുന്നവൻ, റഹീമൻ, കരുണാനിധി, ദയാലു. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. പക്ഷേ ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ തിന്മകളെ അല്ലാഹു നന്മകളായി മാറ്റുന്നതാകുന്നു. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 71. വാക്കർത്ഥം. വമൻ താബ, ആർ പശ്ചാത്തപിച്ചുവോ, വ അമില, പ്രവർത്തിക്കുകയും ചെയ്തു, സ്വാലിഹൻ, നല്ലത്, സൽക്കർമ്മം, ഫ ഇന്നഹു, എന്നാൽ നിശ്ചയമായും അവൻ, യതൂബു, പശ്ചാത്തപിക്കുന്നു, മടങ്ങുന്നു, ഇലല്ലാഹി, അല്ലാഹുവിങ്കലേക്ക്, മതാബൻ, ഒരു പശ്ചാത്താപം, മടക്കം അഥവാ ശരിയായ മടക്കം. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവൻ അല്ലാഹുവിങ്കലേക്ക് ശരിക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്. 70-71 വചനങ്ങളുടെ വിശദീകരണം. ചെയ്തതിനെപ്പറ്റി മനഃപൂർവ്വം ഖേദിക്കുക, ചെയ്തുവരുന്ന തെറ്റ് നിറുത്തൽ ചെയ്ത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക, ഇതാണ് തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം എന്നു പറയുന്നത്. പശ്ചാത്താപം ശരിയായിട്ടുള്ളതാകണമെങ്കിൽ പിന്നീട് അതിൻ്റെ അടയാളം പ്രവർത്തനത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ടാണ് ഇവിടെയെന്ന പോലെ മറ്റു പലയിടത്തും തൗബയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ തുടർന്ന് സൽക്കർമ്മം പ്രവർത്തിക്കുന്നതിനെയും ഖുർആൻ സാധാരണ പറഞ്ഞു കാണുന്നത്. ഈ ആയത്തിൽ സൽക്കർമ്മത്തിനു പുറമെ വിശ്വസിക്കുകയും എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. മേൽ പ്രസ്താവിച്ച 3 മഹാപാപങ്ങളിൽ ഒന്നാമത്തേത് ശിർക്കാണല്ലോ. യഥാർത്ഥത്തിൽ സത്യവിശ്വാസമുള്ളവരിൽ നിന്ന് ശിർക്ക് ഉണ്ടാകുവാൻ നിവൃത്തിയില്ല. ആകയാൽ ശിർക്കിൽ നിന്ന് മോചനം ലഭിക്കേണ്ടതിനും പശ്ചാത്താപം സ്വീകരിക്കേണ്ടതിനും ഒന്നാമതായി അവൻ്റെ വിശ്വാസം പുതുക്കേണ്ടതുണ്ട്. തുടർന്നു പറഞ്ഞ 2 പാപങ്ങൾ, കൊലയും വ്യഭിചാരവും ചെയ്തവന് വിശ്വാസം അടിയോടെ നഷ്ടപ്പെട്ടുവെന്ന് പറയാവതല്ലെങ്കിലും അവൻ്റെ വിശ്വാസം കേവലം ദുർബലമാണെന്ന് തീർച്ചയാണ്. അത്രയും ഭയങ്കരങ്ങളാണല്ലോ അവ രണ്ടും. ആകയാൽ അവൻ്റെ വിശ്വാസം ഒന്നു ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ഇവിടെ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അഅലം. ഇപ്രകാരം പശ്ചാത്താപം ചെയ്തവരുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല നന്മകളായി മാറ്റുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വളരെ ശ്രദ്ധേയവും ആവേശജനകവുമാകുന്നു. അല്ലാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലം! തിന്മകളെ നന്മകളായി മാറ്റുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ചെയ്ത പാപങ്ങൾക്ക് പുണ്യഫലം ലഭിക്കുമെന്നല്ല, അവക്കു നിശ്ചയിക്കപ്പെട്ട ശിക്ഷകൾ ഒഴിവാക്കപ്പെടുകയും പശ്ചാത്തപിച്ചതിന് നല്ല പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ
പശ്ചാത്തപിക്കുന്നതിനു മുമ്പ് ചെയ്തു വന്നിരുന്ന തിന്മയുടെ സ്ഥാനത്ത് നന്മകൾ പ്രവർത്തിച്ച് പുണ്യം നേടുവാൻ സഹായം ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉദ്ദേശ്യം. ശിർക്കിനും അവിശ്വാസത്തിനും വേണ്ടി അടരാടിയിരുന്നവരും അക്രമത്തിലും പാപങ്ങളിലും ഒഴുകിയിരുന്നവരുമായ എത്രയോ ആളുകൾ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയ ശേഷം തൗഹീദിനും സത്യവിശ്വാസത്തിനും വേണ്ടി അതിലുമധികം സേവനങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിച്ചു വന്ന ചരിത്രങ്ങൾ ധാരാളം ഇസ്ലാമിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തുടങ്ങി വഹ്ശി റളിയല്ലാഹു അൻഹു മുതലായവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുക. ഒരു നന്മ ചെയ്യുവാൻ ഒരാൾക്ക് ഉദ്ദേശമുണ്ടായിട്ട് അത് പ്രവർത്തനത്തിൽ വരുത്തുവാൻ കഴിയാതെ വന്നാലും ഒരു നന്മയുടെ പ്രതിഫലം അള്ളാഹു അവന് നൽകും. അത് പ്രവർത്തനത്തിൽ വരുത്തുന്ന പക്ഷം ചുരുങ്ങിയത് 10 ഇരട്ടിയും അഥവാ 10 നന്മയുടെ പ്രതിഫലം ചിലപ്പോൾ 700 ഇരട്ടി വരെയും അതിലധികവും പ്രതിഫലം നൽകുന്നതാണ്. എന്നാൽ ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ പേരിൽ യാതൊരു നടപടിയും എടുക്കപ്പെടുകയില്ല. അത് പ്രവർത്തിച്ചാൽ ഒരേ ഒരു തിന്മയുടെ കുറ്റം മാത്രം നൽകപ്പെടും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അരുളി ചെയ്തിട്ടുള്ളതായി ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന വാക്യം കൊണ്ടാണല്ലോ 70-ാം വചനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള സമാപന വാക്യങ്ങൾ മറ്റു പലയിടത്തും ഖുർആനിൽ കാണാം. അതിലെല്ലാം തന്നെ മേൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് അടങ്ങിയിട്ടുള്ളത്. റഹ്മാന്റെ അടിയാന്മാരുടെ 7-ാമത് ഗുണം ഇതാണ്.